നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് എന്തിനും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവരാണോ നിങ്ങൾ? ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. കാരണം കുഞ്ഞിൻ്റെ ബ്രെയിൻ ആ സമയത്ത് ഒരു സർവൈവൽ മോഡിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് അവർ എങ്ങനെ സേഫ് ആയിട്ടിരിക്കാന്നാണ് ചിന്തിക്കുന്നത്, അല്ലാതെ ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആകാനായിട്ട് പൊതുവെ ഒരാൾ ചെയ്യുന്ന റെസ്പോൺസുകളായിരിക്കും കുട്ടി കൊടുക്കുന്നുണ്ടാവുക. അതായത് കരയുക, അതായത് അവർ ഡേഞ്ചറിലാണെന്ന് തോന്നുമ്പോൾ കരയുക, അല്ലെങ്കിൽ തിരിച്ചുപദ്രവിക്കുക, അവർ സെൽഫ് ഡിഫെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഔട്ടായി പോവാം. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടിരിക്കാം, ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും. സോ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഒരു കുഞ്ഞിന് എപ്പോഴും പേരന്റ് എന്തിനും ഷൗട്ട് ചെയ്ത് ഉറക്കെ സംസാരിച്ചാണ് ശീലമെങ്കിൽ കുഞ്ഞ് പതിയെ ഇമോഷണലി ഡിസ്കണക്റ്റും ആവും. പിന്നെ അവർ നമ്മളോട് ഇമോഷണലി ആയിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് കൊണ്ട് ക്രിയേറ്റ് ആയ ഫിയർ കൊണ്ട് ടെമ്പററിലി അവർ നമ്മളെ അതായത് അനുസരിച്ചെന്ന് വരാം. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അതും അവർ ഓവർകം ചെയ്യാൻ വേണ്ടി പഠിക്കും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് സെയിം കാര്യം തന്നെ ഷൗട്ട് ചെയ്യാതെയും അവരുടെ അടുത്ത് പറയാം. ഫോർ എക്സാമ്പിൾ, അവർ ചെയ്ത ഒരു കാര്യം തെറ്റാണ്, ചിലപ്പോൾ അവർക്ക് അറിയുന്ന കാര്യമായിരിക്കും, അവർ മിസ്റ്റേക്ക് ആയി ചെയ്തു. അപ്പോൾ അതിന് പകരം എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ ഇങ്ങനെയാണോ ചെയ്തത്, സാരമില്ല നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. കാമായിട്ടും നമുക്ക് പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാം. എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് വളരെ കാമായിട്ടിരിക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടത്. പക്ഷെ അത് അത്ര വലിയ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ അത് കുട്ടി ഉറപ്പായിട്ടും ഭയങ്കര ഒരു തെറ്റാണ്, അത് കുട്ടിക്ക് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഷൗട്ട് ചെയ്യാം. പക്ഷെ ചെറിയ തെറ്റുകൾക്കും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. സോ ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യുന്ന ഒരു പേരന്റ് ആണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കുക. സമാധാനത്തിൽ കാമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇമോഷണൽ റെഗുലേഷൻസ്, അതുപോലെ അവരുടെ ഫർദർ ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ് ഇതൊക്കെ അഫക്റ്റ് ആവും. ഓക്കെ, സോ അതിന് പകരം നിങ്ങൾ കുറച്ച് കാമായിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ആയിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇമോഷണൽ റെഗുലേഷൻ പഠിക്കാൻ പറ്റും. അവരുടെ ഫ്യൂച്ചർ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് വരും. So follow for more tips.